ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഏട്ടനൊക്കെ പോയി ഇവിടുത്തെ അവസ്ഥ നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഞങ്ങൾ ഞെട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞെട്ടാൻ തയ്യാറായിക്കോളൂ. കണ്ടോ? ആഹാ, എന്താ സൗന്ദര്യം. ഈ ചാക്കി കിടന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പറക്കിടൂ, നീ എളുപ്പം പറക്കിട്. എളുപ്പം എല്ലാം പറക്കിട്ടോ, എല്ലാം എളുപ്പം പറക്കിട്ടോ കുഞ്ഞി. ചിഞ്ഞുവാ തിന്നു കഴിഞ്ഞിട്ട് എളുപ്പം പറക്കിട്ടോ. തിന്നാൻ തരുന്നത് അതിനാ, ശക്തി കിട്ടാൻ വേണ്ടി. കളിപ്പാട്ടൊക്കെ എളുപ്പം പറക്കിട്ടോ. എല്ലാം വാരി വലിച്ചിട്ടേക്കാണ് കേട്ടോ. ഇത് ഇന്ന് രാവിലെ വാരി വലിച്ചിട്ടാൽ ഇന്നലെ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കിടക്കാൻ പോയപ്പോൾ എടുത്തിട്ടാ. പിന്നെ കിടക്കാൻ പോകുമ്പോൾ ഇതെല്ലാം പറക്കിയിട്ടിട്ട് വീണ്ടും എനിക്ക് എടുത്ത് വെക്കാൻ വയ്യാത്താണ് ഞാൻ അനങ്ങിയില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇട്ടിട്ട് പോയി. ഞാൻ പറക്കി വെക്കാം, എളുപ്പം പറക്കി വെക്കുക. ചാക്കിനത് എളുപ്പം പറക്കി എടുത്തത്. നീയും നിന്റെ ചേച്ചിയും കൂടെ അതൊക്കെ ആക്കിയത്. എളുപ്പം പറക്കി വെക്കുക. ഇവിടെ രാവിലെ ഉപ്പുമാവായതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പരിപാടിയിലാണ് കേട്ടോ. ഇവിടെ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ബ്രെഡിനകത്ത് മുക്കി പൊരിക്കാൻ വിചാരിച്ചു. അല്ലാതെ മറ്റേ ബ്രെഡ് ഈ മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് അങ്ങനെ ഒക്കെയും ചെയ്യാറുണ്ട്. അതിലേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ മുക്കി പൊരിക്കുന്നതാണ് കേട്ടോ. ബ്രെഡ് മുക്കി പൊരിച്ച് ഞാൻ ആദ്യമേ ഞാൻ വിചാരിച്ചു പഴങ്കഞ്ഞി കുടിക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മടിച്ചു പഴങ്കഞ്ഞി കുടിക്കാൻ. ഒന്നാമത് ഇവിടെ തണുപ്പാണ്. പഴങ്കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചായിരുന്നു മനസ്സിൽ. അപ്പം നോക്കിയപ്പോൾ ബ്രെഡ് ഇരിക്കുന്നു, മുട്ട ഇരിപ്പുണ്ട്. അപ്പം അതങ്ങ് ആക്കാന്ന് വിചാരിച്ചു. പിള്ളേർ രണ്ടുപേരും കഴിച്ചു കേട്ടോ. ഫുള്ള് കഴിച്ചു വന്നിട്ട് ഫുള്ള് കഴിച്ചില്ല, കുറച്ച് കഴിച്ചു. എൻ്റെ കുഞ്ഞ് ബ്രെഡ് കഴിക്കുകയാണ്. കാശി കുറച്ച് ഉപ്പുമാവ് കഴിച്ചു. പിന്നെ കാശിക്ക് വേണമെങ്കിൽ ബ്രെഡ് കൊടുക്കാം. അങ്ങനെയാണ്. ഞാൻ പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ബ്രെഡ്. മുട്ട സ്പൂൺ വയ്ക്കാം. ഞാൻ വിചാരിക്കുന്ന ഒരു ക്ലീനിങ് ഡേ ആക്കാന്ന് കേട്ടോ. ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കാണ്. അപ്പം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫുള്ള് എനിക്ക് കുറേ തുണികൾ കഴുകാറുണ്ട്. ഇന്നലെ തുണി കഴുകാറങ്ങാഞ്ഞോണ്ട് കഴുകിയില്ല. ഇന്നലെ പിള്ളേർക്ക് രണ്ടുപേർക്കും പനിയായതുകൊണ്ട് പിന്നെ ഒട്ടും ഇതാക്കാൻ പറ്റിയില്ല. അതുമല്ല ഞാനും ഭയങ്കര ടയേർഡായിരുന്നു. കുഞ്ഞി ഇന്നലെ അംഗനവാടി വിളിക്കാൻ പോയി. ഉച്ച വരെ വേറെ പരിപാടിയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പം പിന്നെ അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ പോയി വന്നപ്പോഴത്തേനും ഞാൻ ടയേർഡായിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ട പൊരിച്ചിട്ടിട്ട് ബ്രെഡ് മുക്കി കഴിച്ചിട്ട് അടുത്ത പണിയിലോട്ട് നടക്കാം. ഓക്കെ, നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. മുട്ടയാണ് മുട്ടയോന്നൊക്കെ കാശി കുഞ്ഞി. എന്ത് നോക്കാന്? സൂപ്പറാണ്. 30 ദിവസത്തെ ചലഞ്ചിൽ ഇന്നലെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ഗൈസ്. രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ മുടങ്ങുന്നത്. പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ ഫുള്ള് ടയേർഡായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ എടുക്കാനുള്ള ഒരു ആവതില്ലാതായിപ്പോയി. നമ്മൾ അന്നേരം എടുത്തിട്ട് അന്നു തന്നെ ഇടുന്നതായതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പ്രശ്നം വരിക. നേരത്തെ മുൻകൂട്ടി എടുത്ത് വെച്ചിട്ട് ഇടുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല. ശരിക്കും ഇന്നലെ രാവിലെ ഞാൻ എടുക്കേണ്ടേ ആയിരുന്നു. ഇന്നലെ രാവിലെ എടുത്തായിരുന്നു എനിക്ക് വൈകുന്നേരം ഇടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കിട്ടിയേനെ. പക്ഷെ ഇന്നലെ അങ്ങനെ ആ ഒരു കാര്യം, ഞാൻ പോയ കാര്യം കണ്ടന്റ് ആക്കണ്ടാലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുക്കാതിരുന്നത്. ഭാവിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ കണ്ടന്റായി വരാം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടോസ്റ്റിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്നു. ഇതെടുക്കാം. മോക്ക് വേണോടി? പിന്നതാണ് കേട്ടോ, ഷോ മാത്രമേ ഉള്ളൂ, വെറും ഷോ. ഇവര് കഴിച്ചോണ്ടിരുന്നതാണ്, അവർക്ക് അത് ഇഷ്ടമല്ല. ഇപ്പോൾ വേറെ ഇഷ്ടം എന്നൊക്കെ. അതാണ് ഇങ്ങനെ മുറിച്ചു വെച്ചത്. കഴിച്ചോണ്ടിരുന്നതാണിത്. കഴിച്ച മുറിയുടെ കഴിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഇവിടെ കേറാന് കാശി
ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവനെവിടെ കയറി നിൽക്കുന്നതുണ്ടോ? ഈ പാത്രം ഇവിടെ എടുത്തോണ്ട് വന്ന് അതിട്ടിട്ട് അതിന് മേളിൽ കയറി ഇരിക്കുക. കുരുത്തക്കേടേ. അങ്ങനെ നമ്മുടെ ടോസ്റ്റും കഴിഞ്ഞിട്ട് ഇത്രയും മതി കേട്ടോ. ഇത്ര നമ്മൾ എടുക്കുന്നുള്ളൂ. അവർ കഴിക്കാമെന്ന് പോകുന്നില്ല. അവരാരും അറിയണം കഴിച്ചെങ്കിലായി. അപ്പോൾ ഞാൻ ആ തീയൊക്കെ ഓഫാക്കി നമ്മൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഒത്തിരി പണിയുണ്ട്. കണ്ടില്ല നിങ്ങൾ പരക്കാകൊക്കെ ഇട്ടേക്കുന്നത്? അതൊക്കെ ഞാൻ ആദ്യം പോലെ ഒന്നേന്ന് വൃത്തിയാക്കണം. തുണി കഴുകാൻ പോകണം. ഫുള്ള് ഇവിടെ വൃത്തിയാക്കണം. കഴിച്ചോക്കടി. അപ്പം ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയോട് വളർത്താം. ഓക്കെ, കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് പറക്കി വെക്കാം. ഓക്കെ, പിള്ളേർ പറക്കി വെക്കുമെന്ന് വിചാരിച്ചിരിക്കേ വേണ്ട. അവിടെ ഒന്ന് ചെയ്യിപ്പിക്കണം. അങ്ങനെ എല്ലാം ഞങ്ങൾ പറക്കിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൂത്ത് തുടക്കട്ടെ. ഞാൻ തൂത്തിട്ടിട്ട് പോവാം. എന്നിട്ട് തുണിയൊക്കെ കഴിച്ചിട്ടൊന്ന് തുടയ്ക്കാം. ഞാൻ മല്ലേവരൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ തൂപ്പും കഴിഞ്ഞിട്ടോ. തൂപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് തുണി കഴിയട്ടെ. നോക്കി തുടയ്ക്കണം. തുണിയൊക്കെ കഴുകിയിട്ട് കയറിയിട്ട് തുടയ്ക്കാൻ സമയമുണ്ടല്ലോ വൈകിട്ട് വരെ. ഓക്കെ, നിറയെ തുണിയുണ്ട് കേട്ടോ. 2 ബക്കറ്റ് തുണിയുണ്ട് കഴിയാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്ഥലത്താൻ നിന്നുകൊണ്ടാണ് ഇത്രയും തുണി വന്നത്. അപ്പോൾ നമുക്ക് പോയി അലക്കിയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ അലക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൂന തുണി ഉണ്ടായിരുന്നു. അതെല്ലാം അലക്കി എടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാ 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 പോ, അങ്ങോട്ട് പൊക്കോ. അത് പിടിച്ചോണ്ട് പോ. ഞാൻ അമ്മ ട്രൈപോഡ് എടുക്കട്ടെ. പോ. 2 പേർക്ക് ഓരോ സാധനങ്ങൾ പിടിക്കാനൊക്കെ കൊടുത്തത് തന്നെ എടുത്താണ് കേട്ടോ കാശി. പോട്ടെ പോട്ടെ പോട്ടെ, ഉറങ്ങാൻ പോട്ടെ. കാച്ചിക്ക് ഉറക്കം വന്നിട്ട് വഴക്കാം. ഉറങ്ങാൻ പോട്ടെ, ഉറങ്ങാൻ പോട്ടെ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ പോട്ടെ. അപ്പം ഞാൻ ഉറക്കിയിട്ട് തട്ടെ അവനെ. എന്നിട്ട് എനിക്ക് ടൈം എടുക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കോ ചേച്ചിക്ക്. വീഴല്ലേ, എങ്ങനെ കാശി പറഞ്ഞേ? വീഴല്ലേ ചേച്ചി, വീഴല്ലേ. നീ വീഴാതെ ഇറങ്ങാതിമേ. അമ്മ പിടിക്ക. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ തിരിഞ്ഞിട്ട് വേണം സ്റ്റെപ്പ് ഇറങ്ങാൻ ഞങ്ങൾക്ക്. എങ്കിലേ ഞങ്ങൾ വീഴാതെ സ്റ്റെപ്പൊക്കെ ഇറങ്ങത്തുള്ളൂ. ഇനി കയറിപ്പോ. അമ്മ എടുത്തോണ്ട് വരാം. പോ, ചെല്ലല്ലേ.
നമുക്ക് തുടയ്ക്കണം, പൂക്കളാൻ കുറെ പണിയുണ്ട്. ഞാൻ കയറണ്ടേ? അവൻ അടയ്ക്കുക. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കാശിനെ ഉറക്കം പോലെ. ഇനി വെള്ളം കുടിക്കട്ടെ. കുഞ്ഞിക്ക് വെള്ളം വേണ്ടേ? ഓക്കേ. ഞാൻ അത്ര നേരം ലൈവ് എടുക്കുമായിരുന്നു കേട്ടോ. സമയം 1:45. പിള്ളേർ കാശി ഉറങ്ങുമായിരുന്നു. കുഞ്ഞെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ചോറ് കൊടുക്കാം. ഇനി എടുക്കട്ടെ. കുഞ്ഞാണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറെടുക്കാം. ഞാൻ എന്താ മുതിരക്കറി വെക്കാതെ പറഞ്ഞാൽ മുതിരയൊക്കെ വേവിച്ചപ്പോഴാണ് അറിയുന്നത് ആ കടയിൽ തേങ്ങയില്ലെന്നുള്ളത് ഒരു സത്യം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ മുതിരക്കറി വെക്കാതിരുന്നത് കൊണ്ട് ഒരു മെഴുക്കോട്ടി തോരൻ പോലെ ആക്കി. തേങ്ങയില്ലാത്തൊരു തോരൻ പോലെ. ചോറ് 2 പേർക്ക് കൂടാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 പേർക്ക് കൂടെ. കാശി ഉറങ്ങി എണീക്കുന്നതിൻ്റെ ബഹളമാണ് ആ കാണുന്നത്. നമുക്ക് ഇന്നത്തെ കറികൾ ഞാൻ കാണിക്കാം. ഓക്കെ. ഞാനെന്താ മുതിരക്കറിയാണ് കേട്ടോ. മുതിരക്കറി ഇത് എന്താ ഇങ്ങനെ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് കട്ടിക്കിരിക്കുന്നത്. ഞാനിത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അത് കറിയായിട്ടില്ല. ഈ കറിയായി. കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അത് ഏട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇത് കറിയും മെഴുക്കുവരട്ടിയും ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയായി. ഇത് മീൻകറി, അയലക്കറിയാണ് കേട്ടോ. അയലയാണ് ഇന്നലെ വാങ്ങിച്ചത്. ഈ അയലക്കറി വെക്കുന്നത് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. സാധാരണ ഞാൻ മീനൊക്കെ വെക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. വീഡിയോ എടുത്തില്ല. പിള്ളേർക്ക് 2 കഷ്ണം വെക്കാം. ഇതിൽ കൂടുതൽ വേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടാൻ. ഞാൻ അവർക്ക് ചോറ് കൊടുക്കട്ടെ. ഞാനും കഴിക്കായിരുന്നു കേട്ടോ. പിള്ളേർ കഴിച്ചതിൻ്റെ ബാക്കിക്കകത്തത് ഞാൻ കഴിക്കായിരുന്നത്. പനി ആയതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകുന്നില്ല ചോറ്. അപ്പം ഞാനിവിടെ കഴിക്കട്ടെ. ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കുകയാണ് അല്ലേ കുഞ്ഞി? ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിച്ച് എന്തെങ്കിലും സിനിമയോ യൂട്യൂബിനകത്ത് എന്തെങ്കിലും കാണാൻ പോവുകയാണ്. 1 മണിക്കൂർ. ഞങ്ങൾ 4 മണിക്ക് എണീക്കത്തുള്ളൂ. ഇപ്പം സമയം എത്ര ആയിരുന്നോ? ഇല്ല, 3:02 4 മണി കഴിഞ്ഞിട്ടല്ലേ വണ്ടി? 5 3 മണി ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് ഞങ്ങൾ റെസ്റ്റിൻ്റായി. പിന്നെ 4 മണിക്ക് ഞങ്ങൾ എണീക്കും. തുടയ്ക്കണം, പാത്രം കഴുകണം. പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഒത്തിരി താമസിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ. അതമ്മ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് വിശ്രമിക്കട്ടെ. ഓക്കെ. വിശ്രമമൊക്കെ കഴിഞ്ഞു കേട്ടോ. സമയം 4:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചായക്ക് വെള്ളം വെച്ചു. പാലുണ്ടായിരുന്നു. പാല് പക്ഷേ എന്താ പിരിഞ്ഞു പോയി. പാല് എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് ഞാൻ കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാല് പിരിഞ്ഞു പോയി. പിന്നെ ചെയ്യാനാ നീ ബിസ്ക്കറ്റ് കൊടുക്കാം. ABCD. ഓക്കെ. കുറച്ച് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് തിന്നത്തില്ല. കൊടുക്കട്ടെ. പിടിക്ക്. അത് തന്നെ. മറ്റേ പാക്കറ്റ് തീർന്നില്ലേ? തേയിലപ്പൊടിയും പഞ്ചാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൊല പഴുത്തിട്ടുണ്ട് കേട്ടോ. നാളെ ആകുമ്പോഴത്തേനും സെറ്റാവും. നാളെ ഞാൻ അതുകൊണ്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു പഴുത്ത് വരുന്നുണ്ട്. നാളെ മൊത്തത്തെ ഒന്നിച്ചങ്ങ് പഴുക്കും. പിള്ളേർ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പനിയായിട്ട് ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റൂല. അതല്ലാതെ പഴുത്തിട്ടുമില്ല, പഴുക്കുന്നതേ ഉള്ളൂ. നമുക്ക് തിന്നാം. നല്ല മധുരം ഉണ്ട് കേട്ടോ. നാളെ നമുക്ക് പുട്ടും പഴവും. പുട്ടുള്ള കട്ടൻ ചായ ഞാൻ ഇതാ എടുക്കുന്നു കേട്ടോ. പിള്ളേർക്കും ചൂടാറാൻ വേണ്ടി വെക്കട്ടെ. കുറച്ചധികം പാത്രം കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് കഴുകിയെടുക്കാം. ഉച്ചക്കത്തെ പാത്രമുണ്ട്.
ഇപ്പൊ ചായയിട്ട പാത്രം എല്ലാം ഉണ്ട് കേട്ടോ. കുളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ നിന്ന് തുടക്കണേ, അവിടെ നിന്ന് തൂത്തിട്ടു. ഇനിയും തുടക്കട്ടെ. രണ്ടുപേരും പുറത്തോട്ട് ഇറക്കിയിട്ട് വേണം തുടയ്ക്കാൻ. ബാബാ പുറത്തോട്ട് ഇറക്കാമോ? ഒന്ന് തുടക്കട്ടെ. കൊതുകുണ്ടാവും, അവിടെ പോയി ഒത്തിരി നേരം ഇരിക്കണ്ട. ഇവിടെ തുടയ്ക്കാൻ കുറച്ച് ഭാഗങ്ങളുള്ളെങ്കിലും തുടച്ചെടുക്കാന്ന് പറയുന്ന ടാസ്ക്കാണ് കേട്ടോ. കാരണം മക്കളാണെങ്കിൽ രണ്ടുപേരും നല്ല പോലെ ഇവിടെ അലമ്പാക്കുന്നതാണ്. ഇന്ന് കഴിക്കുന്ന സാധനങ്ങളൊക്കെ തറയിലൊക്കെ ഇട്ടിട്ടാണെങ്കിലും തറയിലൊക്കെ പറ്റിച്ചിട്ടാണെങ്കിലും നല്ലൊരു പണി എനിക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം തുടച്ചെടുക്കാതൊന്നും മാറൂല കേട്ടോ. 1, 2, 3 പ്രാവശ്യമൊക്കെയാണ് ഞാൻ തുടയ്ക്കുക. ഇപ്പം ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ തുടയ്ക്കും, വീണ്ടും ഒന്നുകൂടെ തുടയ്ക്കും. അങ്ങനെ തുടച്ചു കഴിഞ്ഞാലേ ഇവിടെ വൃത്തിയാവത്തുള്ളൂ കേട്ടോ. അത്രയും മക്കൾ ഇങ്ങനെ പറ്റിക്കും. ഇങ്ങനെ ചവിട്ടി അവരിവിടുന്ന് പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരമൊക്കെ തറയിട്ടിട്ടാണെങ്കിലും അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞു പിള്ളേർ ഇതുപോലെ 2 കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. 1 വേണമെന്നില്ല, 2 വേണമെന്നില്ല, ഒറ്റ ഒരെണ്ണം മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ തുടപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മുടെ വിളക്ക് കൊളുത്താനുള്ള സമയം ഏകദേശം ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ വിളക്ക് കൊളുത്തുക, നാമം ജപിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അച്ഛൻ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വിളക്ക് കൊളുത്തുന്ന സമയം ഞാൻ പണ്ട് പോലെ കുഞ്ഞുങ്ങൾ ജനിച്ച് വിളക്കിനൊക്കെ അടുത്ത് എത്താറാവുന്ന സമയം മുതലേ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. വിളക്ക് കൊളുത്തുന്ന സമയത്ത് 2 പേരും അടുത്തുണ്ടാവണം, വിളക്ക് കൊളുത്തുമ്പം തൊഴുതുകൊണ്ടുണ്ടാവണം എന്നുള്ളത്. അതുപോലെ തന്നെ 2 പേരും വന്ന് നിൽക്കും കേട്ടോ. അതുപോലെ നാമം ജപിക്കാനും കൂടാറുണ്ട്. അതിനൊന്നും ഒരു മടിയും കാണിക്കാറില്ല കേട്ടോ മക്കള്. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാവിരിക്കുക, പിന്നെ നാമം ജപിക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേര് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. മക്കൾ കുറച്ച് സമയമൊക്കെ ഇരിക്കത്തുള്ളൂ, ഒരുപാട് നേരം ഒന്നും ഇരുന്നിട്ട് നാമം ജപിക്കാൻ നിൽക്കില്ല കേട്ടോ. അമ്മനാരായണയൊക്കെ ജപിക്കും, പിന്നെ കാശി മുത്തപ്പനെ അങ്ങനെ ജപിക്കുക, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ, രാമരാമ ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിക്കുക. എന്നിട്ട് ഇച്ചിരി നേരം ഒരു 2 മിനിറ്റ് അത്രയൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അത്രയെങ്കിൽ അത്രയെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.